ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല, അതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിങ് ഏപ്രിൽ മന്താണ് കേട്ടോ. ഏപ്രിൽ മാസത്തെ റീഡിംഗ് ആണ്. ഏപ്രിൽ മാസം നമ്മുടെ ലൈഫിലേക്ക് വരുന്ന സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാമേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം. പേഴ്സണൽ റീഡിങ്ങിന് ഫീസ് ഉണ്ടായിരിക്കും. അതുപോലെ ടാരോട്ട് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ കാർഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് ഷഫിൾ ചെയ്യുന്നില്ല, ഷഫിൾ ചെയ്ത് എടുത്ത് വെച്ചതാണ്. അപ്പൊ നമുക്ക് ഈ കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 9 of Cups, 6 of Cups, 10 of Cups, 6 of Swords, 9 of Pentacles, High Priestess, Renewal, 9 of Wands. ഇവിടെ മൊത്തത്തിൽ 9 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറായിട്ട് കാണുന്നുണ്ട് കേട്ടോ. Ace of Wands, Knight of Swords, ഡബിൾ കാർഡ് ഉണ്ട്, ഫുൾ കാർഡ് ഉണ്ട്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് 9 വന്നിട്ടുണ്ട് കേട്ടോ. 9 നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു ബർത്ത് മന്ത് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 9 എന്ന് പറയുന്ന ആരുടെയെങ്കിലൊക്കെ ഭാഗ്യ നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കാം 9. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പറാണത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്കായിട്ട് 9 ഉപയോഗിക്കാം, 10 ഉപയോഗിക്കാം, 6 നല്ല നമ്പറാണ്. ഇവിടെ 2 വട്ടം 6 വന്നിട്ടുണ്ട്. 10 നല്ലതാണ് കേട്ടോ, നല്ല നമ്പറായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമ്പേഴ്സ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ പലർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊരു പൂർത്തീകരണമാണ്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ചില കാര്യങ്ങൾ പൂർത്തിയാക്കുകയാണ്. വിഷ് കം ട്രൂ. നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാകുവാണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകണം. ഒരു മാജിക്കൽ ടൈം ഓഫ് ലൈഫ്. നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലെ ഒരു മാജിക്കൽ ടൈം ആണെന്ന് വേണം പറയാം. അതുപോലെ നിങ്ങൾക്ക് ഒരു നല്ല ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു ഏപ്രിൽ മാസം വരികയാണ്. ആരുടെയൊക്കെയോ ലൈഫിലേക്ക് ഏപ്രിൽ മാസത്തിൽ നല്ലൊരു മാറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ചിലർക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ ചിലർക്ക് ലഭിക്കാൻ പോകുന്നു. എന്തായാലും നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിക്കാൻ പോകുന്നു. അപ്പൊ ആ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരിക്കും? നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഏപ്രിൽ മാസം നിങ്ങൾക്ക് അത് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരാൻ പോകുന്ന? ഒന്ന്, നിങ്ങൾക്ക് വിദേശ യാത്രയാണ്. നിങ്ങൾക്ക് വിദേശത്തേക്ക് ഒരു യാത്ര, ജോലി കിട്ടി വിദേശത്ത് പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയുടെ അടുത്തേക്ക് നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഫാമിലി ആയിട്ട് തന്നെ വിദേശത്ത് പോവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് വിദേശത്താണ്, നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഫാമിലി, അതായത് നിങ്ങളുടെ ഫാമിലി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പഠിക്കാൻ ആഗ്രഹിച്ചു പോകുന്നവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ചില വ്യക്തികൾക്ക് മാരേജ് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മാരേജ് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരുപാട് നാളായി നിങ്ങൾ കാണാൻ കാത്തിരുന്ന ചില വ്യക്തികളെ കാണാൻ പോകുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ആവാം. ഒരുപാട് നാളായിട്ട് ആ ഒരു വ്യക്തിയെ കാണാൻ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ
മാനിഫെസ്റ്റ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. ആ ഒരു വ്യക്തിയെ കാണാൻ പറ്റുന്നു, ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ആയിരിക്കും നിങ്ങളുടെ എന്താ പറയുക, ചെറുപ്പകാലങ്ങളിൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഏതോ വ്യക്തികൾ, അതായത് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചാവാം, കോളേജിൽ പഠിച്ചാവാം, അങ്ങനെയുള്ള ചില വ്യക്തികളെ കാണുന്നു. അപ്പൊ ആ ഒരു വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ലവർ ആയിരുന്നിരിക്കും. ആ ഒരു സമയത്ത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ചില വ്യക്തികളെ കണ്ടുമുട്ടാനുള്ള ഒരു അവസരം കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ലൈഫിൽ കാണുന്നുണ്ട്, ഒരു റിന്യൂവൽ. നിങ്ങളുടെ പാസ്റ്റ് മുഴുവനും നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കർമ്മ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു പാസ്റ്റ് ഇതുവരെയുള്ള കാലഘട്ടങ്ങൾ. അതായത് ഇവിടെ ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രോബ്ലത്തിലൂടെ നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങൾ കടന്നു പോയെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ സങ്കടങ്ങൾ നിറഞ്ഞ കാലം പാടേ മാറുകയാണ്. പുതിയൊരു തുടക്കം, റിന്യൂവലാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങളോട് ചിലരോട് പറയുന്നുണ്ട്, ആ പാസ്റ്റിനെ നിങ്ങൾ മറക്കാൻ പറയുന്നുണ്ട്. ചില വ്യക്തികൾ ആ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുന്നു. പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും, ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തതോ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ പൂർണ്ണമായും മറക്കൂ, എങ്കിലേ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ വരികയുള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ വരാൻ പോകുന്നു. പാസ്റ്റ് പൂർണ്ണമായി മാറി ഒരു പുതിയ തുടക്കം വരുന്നു. ആർക്കൊക്കെ ഒരു നല്ലൊരു ഫാമിലി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ സിംഗിൾ മദർ ആയിരിക്കാം, അല്ലെ സിംഗിൾ പേരന്റ് ആവാം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫാമിലി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ സിംഗിൾ പേരന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിവാഹം കാണുന്നു, അല്ലെങ്കിൽ സിംഗിൾ മദർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിവാഹം കാണുന്നു. അതോടെ നിങ്ങൾക്ക് 2 കുട്ടികളാവുന്നു, നല്ലൊരു ഫാമിലി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫാണ്. അതായത് ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ളൊരു ബന്ധം നിങ്ങളെ തേടി വരുന്നു. ഇവിടെ എനിക്ക് റെയിൻബോ കാണുന്നുണ്ട്, അതുപോലെ ഏഞ്ചൽ സപ്പോർട്ട്, ഏഞ്ചൽ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച ഒരു ബന്ധം, നല്ലൊരു ഫാമിലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ചിലർക്ക് ഫാമിലിയായിട്ട് പിരിഞ്ഞിരുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കേസും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ വഴക്കും പ്രശ്നങ്ങളുമായിട്ട് പിരിഞ്ഞിരുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാം മറന്ന് ഒരു കൂടിച്ചേരൽ വരുന്നതായിട്ട്, നിങ്ങൾ ഒന്നിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുട്ടികളെ ഓർത്ത്, അല്ലെങ്കിൽ കുട്ടികളെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പിരിയാൻ പറ്റുന്നില്ല. ആ ഒരു കുട്ടികളോട് ചേർന്ന് നിങ്ങൾക്കൊരു പുതിയ തുടക്കം, പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതായത് വീണ്ടും റീയൂണിയൻ നിങ്ങൾക്ക് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ വരികയാണ്. ചില വ്യക്തികളോട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ട് ആക്ഷൻ എടുക്കാൻ പറയുന്നു. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ മടിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് വളരെ വേഗത്തിൽ ആക്ഷൻ എടുക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ചിലർക്ക് ന്യൂ പ്രോജക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ന്യൂ പ്രോജക്റ്റ്, പുതിയതായിട്ട് എന്തൊക്കെയോ തുടങ്ങാൻ പോകുന്നു. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നു. അതോടൊപ്പം വളരെയധികം ഗ്രോത്ത് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണിക്കുക. ഒരുപാട് നിങ്ങൾ വളരെയധികം വളരുകയാണ്. അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക വളർച്ച നിങ്ങൾക്ക് കാണുന്നു. ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് കാണുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇവിടെ പലർക്കും കാണുന്നുണ്ട്. നിങ്ങളുടെ ഏത് രീതിയിലായാലും നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ആണ് ഇവിടെ കാണുന്നത്. 9 ഓഫ് പെന്റിക്കിൾസ്, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ എനർജി വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് പൊരുതി നേടിയിരിക്കുന്ന നല്ല രീതിയിൽ ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഡിയുടെ എനർജി. ഒറ്റയ്ക്ക് ആരെയും സഹായിക്കാനില്ലല്ലോ, ഒറ്റയ്ക്ക് നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് പൊരുതി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഡിയുടെ എനർജി. ഒന്നുകിൽ നിങ്ങളൊരു സിംഗിൾ മദർ ആവാം, തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത കൂടുതലും. അങ്ങനെയുള്ളവരാണല്ലോ ഒറ്റയ്ക്കായി പൊരുതി നേടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തനിച്ചായിരിക്കുന്ന ഒരു ലേഡി ആവാം. എങ്ങനെയായാലും നിങ്ങൾ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് പൊരുതി മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി, അതിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വളർച്ച നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ഏപ്രിൽ മാസം നിങ്ങൾക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സക്സസ് ആണ് കാണിക്കുന്നത്. ഒരു ഗ്രോത്ത് ആണ് നിങ്ങളുടെ ലൈഫിൽ കാണിക്കുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആണ് ഇത് കേട്ടോ. നിങ്ങളുടെ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ഹാർഡ് വർക്കിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഒരു ലക്ഷറിയസ് ലൈഫായി മാറും. നിങ്ങൾ
എന്താ പറയാ, നിങ്ങളൊരു റിച്ച് വുമണായി മാറുന്നതായിട്ട് കാണിക്കുകയാണ്. റിച്ച് ആയി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളൊരു സ്റ്റാർ ആയി മാറുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് വളരെയധികം ഹാപ്പിനെസ് ആണ്, വളരെയധികം സക്സസ് ആണ്. അതായത് നിങ്ങൾ സ്വയം പര്യാപ്തയാണ്. അതായത് സ്വന്തമായിട്ട് ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി. നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്നു നിങ്ങളുടെ ലൈഫ്. അത്രയധികം നിങ്ങൾ വളരെയധികം ഹാപ്പിനെസ് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ എനിക്ക് കാണുന്നത്. അതൊക്കെ നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട്. അത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ്. നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആണ്. അതുപോലെ നിങ്ങൾ ഡിവൈൻ കണക്റ്റഡ് ആണ്. അതായത് നിങ്ങൾ തനിച്ച് ഒരുപക്ഷെ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ചുറ്റിനും ആരും ഉണ്ടായില്ല. പക്ഷെ നിങ്ങൾ ഒരു അദൃശ്യ ശക്തി, അതായത് നിങ്ങൾ വിളിക്കുന്ന ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽ നിങ്ങളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിയാവാം, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ദൈവവുമായി വളരെയധികം കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക്, അതോടൊപ്പം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. യൂണിവേഴ്സിൽ വിശ്വസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും തന്നെയാണ് പറയുന്നത്. ന്യൂ ബിഗിനിങ് ആണ്. ഒരുപാട് ചാൻസ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ ചില വ്യക്തികളോട് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യത്തിന് കുറച്ച് ടൈമും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. കുറച്ച് ടൈം കൂടെ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തും. ഇപ്പൊ നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ഒരു ബൗണ്ടറി കാണുന്നുണ്ട്, അല്ലെങ്കിൽ തടസ്സങ്ങൾ ചില കാര്യങ്ങളിൽ ചില വ്യക്തികൾ ബൗണ്ടറി ഇട്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ എന്താ പറയുക, നിങ്ങളെ വിശ്വസിക്കാൻ പറയും. നിങ്ങൾക്ക് അത് സാധിക്കും. ചില കാര്യങ്ങൾ സാധിക്കുമോ എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കാനാണ് പറയുന്നത്. നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം വേണം. വിശ്വാസത്തോടെ നിങ്ങൾ ആ ഒരു ചെയ്യുന്ന കാര്യത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വരും, അത് നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും. നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ചില വ്യക്തികൾക്ക് ഒരു നെഗറ്റീവ് എനർജി കാണിക്കുന്നുണ്ട്. ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തോ ഒരു നെഗറ്റീവ് എനർജി ബാധിച്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല, എല്ലാത്തിലും ഒരു തടസ്സം എന്നൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ചിലർക്ക് കാണുന്നുണ്ട്. അത് എന്തോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണത്. അപ്പം അതിന് വേണ്ടുന്നതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. വല്ലാത്തൊരു നെഗറ്റീവ് എനർജി ചിലരെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ ഏത് വഴിയിൽ പോകണം എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില തടസ്സങ്ങൾ നിങ്ങളിൽ ചിലർക്ക് കാണുന്നുണ്ട് കേട്ടോ. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു അവസ്ഥ തരണം ചെയ്ത് പോകുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ വളരെ വേഗം തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരുമെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്നറിയില്ല. നിങ്ങളുടെ ഒരുപക്ഷെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങൾക്ക് സാലറി കുറവാവാം. കുറച്ചുകൂടെ നല്ല സാലറി ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പൊ കിട്ടുന്നത് കൊണ്ടൊന്നും തികയുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളോട് പറയുന്നു, കുറച്ചും കൂടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സമയത്തിൻ്റെതാവാം ഇപ്പം ഉള്ള ഒരു തടസ്സങ്ങളൊക്കെ, അതൊക്കെ മാറും. സമയം ശരിയാകുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറും. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചിലരോട് നിങ്ങളുടെ ലൈഫിൽ തടസ്സങ്ങൾ നീങ്ങാത്ത, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലാത്ത ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ജോലി പോയത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് ജോലി പോയി, മൊത്തത്തിൽ നിങ്ങളുടെ അടവുകളൊക്കെ സ്റ്റോപ്പായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്നു, അതോടുകൂടി നിങ്ങൾ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ നിങ്ങളുടെ മാസം അടയ്ക്കേണ്ടതായിട്ടുള്ള അടവുകൾ, ഇപ്പം എന്തെങ്കിലുമൊക്കെ ലോണുകൾ ഉണ്ടായിരിക്കാം, എല്ലാം അടവുകളൊക്കെ നിന്നു. അപ്പം നിങ്ങൾ ആകെ കൺഫ്യൂഷനായി, എന്ത് പറ്റി, എന്തായിരിക്കാം ഇങ്ങനെ എന്നൊക്കെയുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നതായിരിക്കാം. കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാനായിരിക്കും ചിലർക്ക് നിങ്ങളുടെ ഹെൽത്തും കൂടെ നോക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളെ ഹെൽത്ത് ശ്രദ്ധിക്കുന്നില്ലാവാം. ചെറിയ ഇഷ്യൂസ് ഒക്കെ ഹെൽത്തിൽ വരുന്നെങ്കിലും നിങ്ങൾക്ക് ജോലിക്ക് പോയില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് പരിഹരിക്കാൻ പറ്റാത്തതുണ്ട്. അതായത് മാസമുള്ള അടവുകളോ, അങ്ങനെ ഹൗസിംഗ് ലോണോ,
വണ്ടിയുടെ ലോണൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോയാലേ ക്യാഷ് ലഭിക്കൂ എന്നുള്ളത്. മാസം സാലറി അല്ലാത്തവർ, അല്ലെ സാലറി കുറഞ്ഞാൽ പ്രോബ്ലം ഉള്ളവർ, അങ്ങനെയുള്ളവർക്ക് ആ ഒരു ഹെൽത്ത് ഇഷ്യൂ വകവയ്ക്കാതെ നിങ്ങൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു സ്റ്റോപ്പ് തരും. അങ്ങനെ നിങ്ങൾക്കൊരു റെസ്റ്റ് തരുന്നുണ്ടായിരിക്കും ആർക്കെങ്കിലൊക്കെ. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിലൊന്ന് റെസ്റ്റ് എടുത്തിരിക്കുന്നുണ്ടാവാം. അപ്പൊ അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാവാൻ ചിലർക്കൊരു പുതിയ തുടക്കം. അപ്പൊ അതോടുകൂടി നിങ്ങൾ ആ ഒരു ഇച്ചിരി റെസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് പിന്നെ ചിലർക്കെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ജോലി നിങ്ങളുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ കുറച്ചും കൂടി നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെ കുറച്ചുകൂടെ സാലറി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ജോലിയിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നതായിരിക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഒരു പ്രതിസന്ധി നമ്മൾക്ക് വരുന്നത് അതൊരു നല്ലതിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും നമ്മുടെ ലൈഫിലൊരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രതിസന്ധിക്ക് ശേഷം വരുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു നല്ല കാലമായിരിക്കും, ഒരു നല്ല സമയമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യമായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നല്ലത് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ ഒരു പ്രതിസന്ധി വരും, യൂണിവേഴ്സായിട്ട് അങ്ങനെ കൊണ്ടുവരും കേട്ടോ. അതാണ് ചിലരുടെ ലൈഫിൽ. അപ്പൊ അതാണ് ഇവിടെ ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. ചിലർക്ക് ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കം വരാൻ പോകുന്ന 2-3 കാർഡുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വ്യക്തികൾ തിരികെ വരുമോ എന്ന കാര്യത്തിൽ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തിരികെ വരുമെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി തിരികെ വരും. പക്ഷെ എല്ലാവരുടെയും വ്യക്തികൾ തിരികെ വരില്ല. നിങ്ങളെ ഫിസിക്കലി ചീറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്ന ഏതോ വ്യക്തികളെ കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ വന്നതാണ്. ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തിക്കായിട്ട് നിങ്ങളെ കാത്തിരിക്കേണ്ടതില്ല എന്നിവിടെ പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഫിസിക്കലായിട്ടും എല്ലാ രീതിയിലും നിങ്ങളെ യൂസ് ചെയ്തിട്ട് നിങ്ങളെ നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളെ ചീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തിരികെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരണമെന്ന് എനിക്കിവിടെ തോന്നുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികളുടേത് നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി തിരികെ വരും, നിങ്ങൾക്കൊരു മാരേജ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ കാണാതിരിക്കാനാവില്ല, അല്ലെ? നിങ്ങളോട് യഥാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം. അപ്പം ഒരുപാട് നാളായി നിങ്ങളെ നോ കോണ്ടാക്ട് ആയിരിക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനുള്ള വ്യക്തി ആയിരിക്കില്ല. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. നിങ്ങളെ പിരിഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കാനോ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. റിയൽ ലവ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു വ്യക്തി വന്നിരിക്കും. ഇതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള കാർഡോടെ നോക്കാമേ. നിങ്ങളുടെ ഫൈനാൻസിലേക്ക് ഇനി എന്താണ് വരുന്നത്, അതായത് നിങ്ങളുടെ കരിയറിലേക്ക് എന്ത് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരാൻ പോകുന്നതെന്നും കൂടെ നോക്കാം. ഇവിടെ എയർ സൈൻ ഉണ്ട്, എർത്ത് സൈൻ ഉണ്ട്, ഫയർ സൈൻ ഉണ്ട്, വാട്ടർ സൈൻ ഉണ്ട്. എല്ലാ സൈൻസും വന്നിട്ടുണ്ട് കേട്ടോ. വാട്ടർ സൈൻ ഉണ്ട്, സോഡ്സ് ഉണ്ട്, കപ്സ് ഉണ്ട്, പെന്റക്കിൾസ് ഉണ്ട്, വാൺസ് ഉണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ഉണ്ട്, ജെമിനി, ലിബ്ര, അക്വേറിയസ് ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, ക്യാൻസർ, സ്കോർപിയോ, പൈസസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ സൈൻസും ഉണ്ട് കേട്ടോ. അപ്പൊ ഒരുവിധം ഇത് എല്ലാവർക്കും തന്നെ റെസിനേറ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഫൈനാൻസിൽ എന്താണ് മെസ്സേജ് നോക്കാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വർക്ക് പ്ലേസ്, അതായത് നിങ്ങൾ ഇപ്പൊ ജോലി ചെയ്യുന്ന ആ ഒരു വർക്ക് പ്ലേസ് ചേഞ്ച് ആകാൻ പോകുന്നുണ്ട് ആർക്കൊക്കെയോ. പുതിയ ഒരു ബിസിനസ് ട്രിപ്പ് ഒക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർക്ക്. ചിലർ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. മണി മാറ്റേഴ്സ്. നിങ്ങൾ പലരും പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ചില ഇടങ്ങളിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചില വ്യക്തികൾ. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കിട്ടുന്ന മുഴുവൻ ചെലവാക്കി കളയാതെ, കിട്ടുന്ന പണം മുഴുവൻ ചെലവാക്കാതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. വെൽത്ത് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾക്ക് വെൽത്താണ്. ഒരുപാട് ധനം വരുന്നുണ്ട് കേട്ടോ.
ഒരുപാട് ധനം ആർക്കൊക്കെയോ വരികയാണ്, വെൽത്ത്. ഫാസ്റ്റ് ചേഞ്ചസ്, പെട്ടെന്ന് എന്തൊക്കെയോ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. സഡൻ ചേഞ്ചസ്, സഡൻ ആയിട്ട് എന്തൊക്കെയോ ചേഞ്ചസ് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ ഏപ്രിൽ മാസം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ട്രാൻസ്ഫർമേഷൻ, അതിവിടെ പറഞ്ഞായിരുന്നു, ഒരു പുതിയ തുടക്കം, ഒരു ചേഞ്ച് വരുന്നുണ്ട്. പല കാര്യങ്ങളിലും ചേഞ്ച് വരുന്നുണ്ട്. ഗിഫ്റ്റ് കിട്ടാൻ പോകും നിങ്ങൾക്ക്. ആർക്കോ ഈ ഏപ്രിൽ മാസം ഒരു ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ടായിരിക്കാം, നല്ല ജോലി ആയിട്ടായിരിക്കാം, ചിലർക്ക് അത് ജോലി ആയിട്ടായിരിക്കാം, ചിലർക്ക് മാരേജ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തരുന്ന ഗിഫ്റ്റ്. അപ്പം ഒരുപക്ഷെ മാരേജ് ആവാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് ഒരു കുട്ടി ജനിക്കുന്നതായിരിക്കാം, അല്ലെ പുതിയൊരു ലവ് വരുന്നതായിരിക്കാം, ജോലി ആവാം, എന്ത് വേണേലും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തികമായിരിക്കാം, അല്ലെ എന്തെങ്കിലും ലോട്ടറി അടിക്കുന്നതാവാം, എന്തോ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട്. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളോട് പറയുന്നു, ട്രസ്റ്റ് യുവർ ഗാർഡിയൻ ഏഞ്ചൽ. ഗാർഡിയൻ ഏഞ്ചലിനെ വിശ്വസിക്കാൻ പറയുന്നു കേട്ടോ. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനെ വിശ്വസിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് പ്രോബ്ലം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങളുടെ ഏഞ്ചലിനോട് ചോദിക്കൂ. ആ ഒരു ഗാർഡിയൻ ഏഞ്ചലിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ലിമിറ്റേഷൻസ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ലെറ്റ് ഗോ യുവർ വറീസ്. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പേടി ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ പേടി മാറ്റാൻ പറയുന്നു. നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ട്, അത് ആ ഒരു ഡൗട്ട് വേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ആരിലെങ്കിലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എവിടെങ്കിലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യൂ പല കാര്യങ്ങൾക്ക്. അതായത് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഓർത്ത് എപ്പോഴും വിഷമിക്കുന്നുണ്ട്, ആരെങ്കിലും ഓർത്ത് എപ്പോഴും വിഷമിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ പുറകെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ ലെറ്റ് ഗോ ചെയ്യാൻ, അതിനെയൊക്കെ വിട്ടുകളയാൻ പറയുന്നുണ്ട്. ഫ്രീഡം, എങ്കിലേ നിങ്ങളുടെ മനസ്സിന് ഫ്രീഡം ഉണ്ടാവും. നിങ്ങൾ ഫ്രീ ആകാൻ പറയുന്നുണ്ട് ആരോടൊക്കെയോ, എങ്കിലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുള്ളൂ. ഇനിയിപ്പോ നിങ്ങളൊരു വ്യക്തിയെ ഓർത്തിരിക്കുകയാണ്, ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് തിരികെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ലെറ്റ് ഗോ ചെയ്യുക. ആ ഒരു വ്യക്തിയെ നിങ്ങൾ വിട്ടുകളെ. എപ്പോഴും ആ ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, എപ്പോഴും ആ ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കാതെ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കൂ, നിങ്ങളുടെ കരിയറിലേക്ക് ശ്രദ്ധിക്കൂ. എങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും, യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടുവരും. അല്ലാതെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഓർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും സങ്കടപ്പെട്ടിരുന്ന ഒരു കാരണവശാലും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കളയുക, വിട്ടുകളയുക. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക കേട്ടോ. പോസിറ്റീവായിട്ടിരിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു ഏപ്രിൽ മാസത്തെ റീഡിങ് ഇതൊക്കെയാണ്. ഏപ്രിൽ മാസം നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരുപാട് സന്തോഷങ്ങളും അത്ഭുതങ്ങളും മിറാക്കിൾസ് ഒക്കെ ഇഷ്ടം പോലെയാണ് വരാൻ പോണത്. പലർക്കും ഒരുപാട് വെൽത്ത്, ധനമൊക്കെ ഇഷ്ടം പോലെ വരാൻ പോവാണ്. അപ്പൊ ഏതോ ഒരു വ്യക്തികളൊക്കെ ഒരു കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടകാലം നിറഞ്ഞ ജീവിതം അവസാനിച്ചിട്ട് ലൈഫിൽ അവർക്ക് അങ്ങോട്ട് ഭാഗ്യത്തിന്റെ ഒരു എന്താ പറയാ സക്സസിന്റെ ഒരു വലിയൊരു അബണ്ടൻസ് ആണ് വരുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും ഫാമിലി ലൈഫിലും വെൽത്തിലും കരിയറിലും എല്ലാം ഭയങ്കര സക്സസ് വരികയാണ് ആർക്കൊക്കെയോ. അത് ആർക്കൊക്കെയാണ് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാലേ. അപ്പൊ അത് നിങ്ങൾ ഒരുപാട് സക്സസിലേക്ക് വരട്ടെ. ഏപ്രിൽ മാസം നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹത്തിന്റെ മാസമായി തീരട്ടെ. അതോടൊപ്പം എനിക്കും ആയി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഏപ്രിൽ മാസത്തിലെ ആഘോഷങ്ങൾക്കായിട്ട് കാത്തിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിഷു, ഈസ്റ്റർ അങ്ങനെ എല്ലാം ആഘോഷിക്കാം. ആഘോഷങ്ങൾക്കായിട്ട് കാത്തിരിക്കുക. സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാ സങ്കടങ്ങളെയും ലെറ്റ് ഗോ ചെയ്യുക. ഇതാണ് ഏപ്രിൽ മാസത്തെ റീഡിങ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ഹെൽത്ത് ആയാലും നിങ്ങൾക്ക് ഇവിടെ എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് ഹെൽത്തിലും നിങ്ങൾക്ക് എല്ലാം ഓക്കെയാണ് കേട്ടോ. നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആവുകയാണ്. അതായത് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ ആണ്, എനിക്ക് പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്കൊരു പ്രോബ്ലം ഇല്ല, എൻ്റെ ഹെൽത്ത് ഓക്കെ ആണെന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുക. അപ്പൊ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ മാറിപ്പോ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് സന്തോഷമാണ് വരുന്നത്.
അപ്പൊ സന്തോഷമായിട്ടിരിക്കാം, ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പൊ എല്ലാവർക്കും ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.